വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നും ഞാനൊരു ചെറിയ വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല മഴയൊക്കെയാണ്. ഇന്ന് ഭാരത ബന്ധും കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരിക്കും. അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ഒന്നിങ്കിൽ പുറത്ത് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കും. നമ്മുടെ രണ്ട് വീടും ഒരു മുറ്റത്ത് തന്നെയാണുള്ളത്. അതായത് എൻ്റെ ഉമ്മാൻ്റെ വീടും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടും ഒരു മുറ്റത്താണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് നല്ല ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ കൊക്കൊക്കെ ആയിട്ട് ചക്ക പറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ്. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് തന്നെ ഉണ്ടായ ചക്ക ആയതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും വീട്ടിൽ ഒരുമിച്ചുള്ളത് കൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് ആ ചക്ക പറിക്കൽ ചടങ്ങ് നടത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 ചക്കയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ടായത് കൊണ്ട് തന്നെ അതിന് ചിലതിലൊക്കെ വെള്ളം കയറിയിട്ടും കേട് വന്നിട്ടൊക്കെ അങ്ങനെ കളഞ്ഞു. അപ്പോൾ ഇതാ ചക്ക മുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ചക്ക മുറിക്കുമ്പോൾ പ്രസൻ്റ് ആയിട്ടുണ്ടാകുന്ന 2 പേരുണ്ട്. അത് മമ്മും ഇവാനുമാണ്. മമ്മൂന് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ മമ്മു എന്ന് പറയുന്നത് എൻ്റെ മോനും ഇവാൻ എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയുടെ മോനുമാണ്. അപ്പോൾ വല്ലപ്പോഴും ചക്കയൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ടെങ്കിലും ഇതേപോലെ ലൈവായിട്ട് മുറിക്കുന്നതും അതേപോലെ പറിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ മമ്മു ഇവാനും. അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളത്തിൽ ചക്കയുടെ പശ കാലിലും കയ്യിലും ഒക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഇങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചക്ക കൊണ്ടുത്തരില്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചക്ക കട്ട് ചെയ്ത് കഴിക്കുന്നതൊക്കെ ഓർമ്മ വന്നു. എന്തായാലും ആ ഒരു കാലമൊന്നും ഇനി ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഉച്ചക്കൊക്കെ ബിരിയാണി ആയിരുന്നു ആക്കിയത്. എല്ലാവരും വീട്ടിലുള്ള സമയമാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ബിരിയാണി ആക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ ചക്ക പറിക്കലും മുറിക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം മമ്മ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും പാറപ്പുറത്ത് പോകേണ്ടിയിട്ട് കാര്യം. പാറപ്പുറം എന്ന് പറഞ്ഞാൽ ഇതിനടുത്തുള്ളൊരു സ്ഥലമാണ്. അത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടാണ്. അവിടെ പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതേ പൂച്ചക്കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവിടെ കുറച്ച് പൂച്ചക്കുട്ടികളുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ 3 കുട്ടീസും കൂടി വന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം പോകാറുണ്ട്. എന്നിട്ട് അത് വലുതായോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കും. നല്ല ക്യൂട്ടാണ് കാണാൻ 3നെയും. അപ്പോൾ മമ്മൂൻ്റെ ഫേവറേറ്റ് ഇതാ ഈ ഒരു പൂച്ചയാണ്. എനിക്കിതിനെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ കൂടെയൊക്കെ കളിച്ചു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറമ്പത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അതിൻ്റെ കൂടെ കൂടി. അപ്പോൾ ഈ ഒരു സ്പോട്ട് വിൽക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇങ്ങോട്ട് ആരും ഇപ്പോൾ വരാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കാട് പിടിച്ചിട്ടാണുള്ളത്. ഉമ്മാമക്കൊക്കെ കഴിയുന്ന സമയത്ത് ഉമ്മാമ ഇതേപോലെ പണിക്കാരൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറമ്പൊക്കെ ക്ലീൻ ചെയ്യും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമായിരുന്നു. ഇപ്പോൾ ആരും തിരിഞ്ഞ് നോക്കാറേയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് കാട് പിടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളീ പോകുന്നത് ഇതാ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാനിപ്പോൾ വന്നപ്പോഴാണ് അറിഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലം കാണാൻ കിട്ടാറേയില്ല. കാരണം എല്ലായിടത്തും വീടും അതേപോലെ ബിൽഡിങ്ങൊക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇതേപോലെ ഹാപ്പിയായി കളിക്കുന്നുണ്ട്. അവരാദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുന്നത്. മമ്മു നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവനിക്ക് എങ്ങോട്ടേക്കാണ് ഓടേണ്ടത്, വെള്ളത്തിലേക്കാണോ ഇറങ്ങേണ്ടത്, ഒന്നും തിരിയുന്നില്ല. അപ്പോൾ ഇത് കണ്ടാണ് ചെമ്മീൻ കൃഷി അതേപോലെ ഞണ്ട് കൃഷിയൊക്കെ ചെയ്യുന്ന കണ്ടങ്ങളാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് മാളിലും പാർക്കിലൊക്കെ പോകുന്ന നേരം കൊണ്ട് എന്തായാലും ഇതേപോലത്തെ സ്ഥലങ്ങളും കൂടി കാണിച്ചു കൊടുക്കണം. കാരണം അവരിനി വലുതാവുന്ന സമയത്ത് ഇങ്ങനത്തെ ഇത്രയും മനോഹരമായ സ്ഥലം ഇനി ഉണ്ടാകുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന പല ജീവികളും ഇപ്പോൾ ഇല്ലല്ലോ, എല്ലാം വംശനാശം വന്ന് നശിച്ചില്ലേ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്നു പോകുന്ന സമയത്താണ് ഒരു സൈഡിൽ ഇങ്ങനെ തോണി വെച്ച കാണുന്നത്. അപ്പം മമ്മൂന് ഭയങ്കര അത്ഭുതമാണ്. മമ്മു ചോദിച്ചു എന്താ സാധനം, അത് കാണണമായിരുന്നു, അതിൽ കയറണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും കയറാനൊന്നും പറ്റില്ല. അവനിക്കിങ്ങനെ കാണിച്ചു കൊടുത്തു. ഇവിടെ നിൽക്കാൻ തന്നെ നല്ല രസമാണ്, നല്ല കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നിൽക്കാൻ നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രം വരച്ചിരിക്കുന്ന പോലെയുണ്ട്. അതേപോലെ ഈ ഒരു കണ്ടത്തിൽ ഇങ്ങനെ ഞാറ് നട്ട് വെച്ച പോലെ കാണുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴക്കാറൊക്കെ കണ്ടപ്പോൾ നമ്മൾ കരുതി എന്നാൽ വീട്ടിലേക്ക് പോകാൻ. കാരണം ചെറിയ കുട്ടികളുണ്ട്. നമ്മൾ കുടയൊന്നും എടുക്കാതെ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതാണ്.
അങ്ങനെ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതാണെങ്കിലും പിന്നെ വിചാരിച്ചു കോളാട് പാലവും കൂടി കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ മഴക്കാറൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഒരു മഴ പാറി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കോളാട് പാലം. ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച പാലാണ്. ഹർത്താലൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കുള്ള വണ്ടിയൊന്നും പോകുന്ന കാണുന്നില്ല. അപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നിരിക്കാൻ സേഫാണ്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് ഇതേപോലെ സൈഡിൽ ഇരിക്കാറുണ്ട്. ഈ പാലം വരുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ഈ താഴെയുള്ള റോഡിലേക്ക് കൂടിയാണ് പോകാറുള്ളത്. ഒരു ബസ് ഡെയിലി പോവും. അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് കൂടിയാണ് അണ്ടലൂർ കാവിലേക്ക് പോകുന്നത്. അണ്ടലൂർ കാവ് എന്ന് പറയുമ്പോൾ വളരെ പ്രസിദ്ധമല്ലേ. അപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്താറുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പാലായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യമായിരിക്കും. ആയിഷ, എങ്ങനെയുണ്ട് സ്ഥലമല്ലോ? ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, കോളാട് സ്കൂള്. അപ്പോൾ 1 മുതൽ 4ാം ക്ലാസ് വരെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ മുമ്പ് കാണുന്ന ആ മൈലാഞ്ചി ചെടി ഞാൻ പഠിക്കുന്നതിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അതേ വലുപ്പത്തിൽ തന്നെ, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീട്ടിൽ ഇതേപോലെ അവിലും പിന്നെ പഴംപൊരിയും ഉള്ളിവടയും ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം അതൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം പഴം പൊരിച്ചപ്പോൾ വന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അതിനെ ചിരട്ടയ്ക്ക് ഹോൾ വെച്ചിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ട് കൈവീശലാക്കി എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.